ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ്. ഇത് വെറും വീഡിയോ അല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ളൊരു മാജിക്കൽ രഹസ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്? ഒരു സ്വപ്ന ജോലിയോ, അതോ മനോഹരമായൊരു വീടോ, അതോ സന്തോഷം നിറഞ്ഞ ജീവിതമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറന്നു പറഞ്ഞാൽ ഒരു സ്നേഹനിർഭരമായ ബന്ധമോ, എന്ത് തന്നെ ആയാലും, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു രഹസ്യം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ നിങ്ങളെ സഹായിക്കും. ആ രഹസ്യം എന്താണ്? അനുഭവിക്കുക, അതായത് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായി എന്ന് അനുഭവിക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടില്ലേ, ഫീലിങ്സ് ആണ് കീ എന്നുള്ള കാര്യം. അതുമാത്രമല്ല, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പ് അതെങ്ങനെ കിട്ടിയതായിട്ട് ഫീൽ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയും എന്നാലും കുറേ കമൻറ്റുകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ശക്തി നേടാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. കാരണം ആ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. കൂടുതൽ സമയം കണ്ടെത്താനും നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം സമയം എന്നത് നിങ്ങളുടെ ആന്തരികമായ ബോധ്യത്തിൻ്റെ ഒരു സഹായം മാത്രമാണ്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യം പോലും നിങ്ങൾക്കില്ലായിരിക്കാം. കാരണം നിങ്ങളൊരു കാര്യം യാഥാർത്ഥ്യമാണെന്ന് മനസ്സുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്ന നിമിഷം അതിലേക്കുള്ള വഴികൾ താനെ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നോ? അത് അനുഭവിക്കാൻ കഴിയുക എന്നതാണ്. എന്തനുഭവിക്കാൻ? ഇപ്പം നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇതിനകം സംഭവിച്ചു എന്ന് അനുഭവിക്കാൻ. ഈ അനുഭവം എന്താണെന്നറിയോ? അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ഫീല്. നിങ്ങളുടെ ജീവിതം, അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു കണ്ണാടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് അത് പുറത്ത് പ്രതിഫലിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറവാണ്, പരാജയമാണ്, അല്ലെ ദാരിദ്ര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ അനുഭവമാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സമൃദ്ധിയും സന്തോഷവും വിജയവും അനുഭവിക്കാൻ തുടങ്ങിയാൽ ലോകം അതിനനുസരിച്ച് മാറും. മിക്ക ആളുകളും പ്രാർത്ഥിക്കാറുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നു, യാചിക്കുന്നു, കാത്തിരിക്കുന്നു. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ ഒരു കാര്യം സംഭവിച്ചതായിട്ട് അനുഭവിക്കാറുള്ളൂ. ഓർക്കുക, അനുഭവിക്കുക എന്നാൽ അതായി തീരുക എന്നാണ്. അനുഭവിക്കുക എന്നാൽ നിങ്ങളുടെ അകത്തെ ലോകത്തെ പുറത്തെ ലോകവുമായി ബന്ധിപ്പിക്കുക എന്നാണ്. പുറമേ ഉള്ള കാര്യങ്ങൾ അകത്തെ ലോകത്തോട് പ്രതികരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ലോകത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ അനുഭവങ്ങളാണ്. ദൈവം ആകാശത്തുള്ള ഒരു വിദൂര ശക്തിയല്ല. ദൈവം എന്നത് നിങ്ങളുടെ സ്വന്തം അത്ഭുതകരമായ മനുഷ്യ ഭാവനയാണ്. ഒരു കാര്യം ഇതിനകം സംഭവിച്ചു എന്ന് നിങ്ങൾ അനുഭവിക്കാൻ പഠിക്കുമ്പോൾ, അതായത് നിങ്ങൾ ഫീൽ ചെയ്യാൻ പഠിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ ദൈവത്തെ നിങ്ങൾ ഉണർത്തുകയാണ്. നിങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനിൽ നിന്നും വ്യത്യസ്തരല്ല. നിങ്ങളുടെ സ്വന്തം ശക്തിയെക്കുറിച്ച് അറിയാതെ ഉറങ്ങുന്ന ഒരു സൃഷ്ടാവാണ് നിങ്ങൾ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഉണർത്താൻ പോവുകയാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം എന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട നിങ്ങളുടെ പ്രതിഫലനം മാത്രമാണ്. നിങ്ങൾ എന്തിനെ വിശ്വസിക്കുന്നുവോ, എന്തിനെ സത്യമെന്ന് അംഗീകരിക്കുന്നുവോ, ഏത് കാര്യത്തെക്കുറിച്ച് ഉറച്ച ബോധ്യത്തോടെ അനുഭവിക്കുന്നുവോ അതാണ് യാഥാർത്ഥ്യമായി മാറുന്നത്. ഈ പ്രപഞ്ച നിയമം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിങ്ങൾ എന്താണോ അതാണ് ഈ നിയമം എപ്പോഴും പുറത്തു കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മയാണ് കൂടുതലെങ്കിൽ നിങ്ങൾ ഇല്ലായ്മയാണ് അനുഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് അനുഭവിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള വൈബ്രേഷനെ, നിങ്ങളുടെ അവസ്ഥയെ, നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിശ്വാസത്തെ ഈ ലോകത്തിന് പ്രതിഫലിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇതെങ്ങനെ അനുഭവിക്കണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇതൊന്ന് നമുക്ക് പ്രായോഗികമാക്കാം. നിങ്ങൾക്ക് സമ്പത്ത് വേണമെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ സർക്കാരിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറമെയുള്ള ഉറവിടങ്ങളിലേക്കോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ സമ്പന്നമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. ഇതെങ്ങനെ ചെയ്യും? സമ്പന്നനായി അനുഭവിക്കുന്നതിലൂടെ സമ്പന്നനാകാൻ വെറുതെ ആഗ്രഹിക്കുകയല്ല വേണ്ടത്. സമ്പത്ത് ഒരു ദിവസം വരുമെന്ന് നടിക്കുകയുമല്ല വേണ്ടത്. മറിച്ച്
നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇതിനകം ആയിക്കഴിഞ്ഞു എന്ന് പൂർണ്ണമായ ആന്തരിക ബോധ്യത്തോടെ ഇപ്പോൾ തന്നെ അനുമാനിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ നടക്കും? എങ്ങനെ സംസാരിക്കും? എങ്ങനെ കൂട്ടുകാരെ അഭിവാദ്യം ചെയ്യും? രാത്രി എങ്ങനെ ഉറങ്ങാൻ പോവും? എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കും? ഈ ചോദ്യങ്ങൾ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ബോധാവസ്ഥ കെട്ടിപ്പടുക്കാൻ തുടങ്ങും. ആ അവസ്ഥ നിങ്ങൾ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിനെ അനുസരിച്ചുള്ള യാഥാർത്ഥ്യത്തെ അത് ഉൽപ്പാദിപ്പിക്കും. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളെ. ഇത് വെറും ഭാവനയല്ല, ഇതൊരു കെട്ടുകഥയോ അല്ല, ഇതൊരു സൃഷ്ടിയാണ്. ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ ഭാവനയിലൂടെ സൃഷ്ടിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ ഭാവനയിലൂടെ സൃഷ്ടിക്കുകയാണ്. അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന രഹസ്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ അത് ഇതിനകം നിലവിലുണ്ടായിരുന്നത് പോലെ വിളിച്ചു വരുത്തണം. അത് സത്യമാണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യണം. ഈ വീഡിയോ കാണുമ്പോഴും ഞാൻ ഈ പറയുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം പറയട്ടെ. ശരിക്കുള്ള യാഥാർത്ഥ്യം ഇങ്ങനെ അല്ലല്ലോ എന്ന്, അല്ലേ? ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഞാൻ മിക്കവാറും എല്ലാ കമൻറ്റിനും റിപ്ലൈ തരാറുണ്ട്. എന്നാലും കുറേ കമൻറ്റ് പെൻഡിങ് ആണ്. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ തരുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ചിലതിന് നമുക്ക് കുറേ ആൻസർ എഴുതേണ്ടി വരും. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരുമേ. അല്ലാണ്ട് ഇപ്പോൾ എല്ലാം ലൈക്ക് ചെയ്തിങ്ങനെ പോകാനല്ല പറ്റും. പക്ഷെ അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും എനിക്ക് കറക്റ്റായിട്ട് റിപ്ലൈ തരണ്ടേ. അപ്പോൾ ഞാനത് ആലോചിച്ച് അത് കറക്റ്റായിട്ട് റിപ്ലൈ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പലതിനും റിപ്ലൈ വൈകുന്നത്. എന്നാലും മാക്സിമം ഞാൻ എല്ലാം നോക്കാറുണ്ട്. ഞാൻ സൺഡേ ആണ് കൂടുതലായിട്ട് നോക്കുന്നത്. ഇന്നലെ കുറേ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എനിക്ക് പറ്റുന്ന പോലെ, എൻ്റെ അറിവിനനുസരിച്ച്. എന്നാലും നിങ്ങൾ ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ബാക്കി പറയാം. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ മുമ്പ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇതൊക്കെ പറയുമെങ്കിലും നിങ്ങളുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അവ നിങ്ങളുടെ മുൻപത്തെ അവസ്ഥയുടെ നിഴലുകൾ മാത്രമാണ്. അതായത് മുമ്പത്തെ ചിന്തകളുടെ നിഴലുകൾ മാത്രമാണ്. നിങ്ങൾ അവയ്ക്ക് ശ്രദ്ധ നൽകാതിരുന്നാൽ അവ മാഞ്ഞു പൊക്കോളും. പ്രധാനം എന്താണെന്ന് വെച്ചാൽ അനുഭവമാണ്. ആഗ്രഹം സഫലമായതിൻ്റെ അനുഭവം എന്നത് വെറും ഒരു നിമിഷത്തെ വികാരമല്ല, അത് ആഴത്തിലുള്ള നിലനിൽക്കുന്ന ഒരു ആന്തരിക അറിവാണ്. നിങ്ങളത് യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് മാറുന്നു. നിങ്ങളുടെ ശ്വാസം എടുക്കുന്ന രീതി മാറുന്നു. നിങ്ങളുടെ ഇരിപ്പും നടപ്പും മാറുന്നു. നിങ്ങൾ പുതിയ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇനി യാചിക്കുന്നവരല്ല, നിങ്ങളിത് സംഭവിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്രഷ്ടാവാണ്. ആ നിമിഷം മുതൽ നിങ്ങളുടെ പുതിയ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കാൻ നിങ്ങളുടെ ലോകം സ്വയം പുനഃക്രമീകരിക്കപ്പെടും. ഇത് സംഭവിക്കും, ബലപ്രയോഗത്തിലൂടെ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനകം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞുവെന്ന് സങ്കല്പിക്കുക. കണ്ണുകൾ അടച്ച് ആ രംഗം മനസ്സിൽ അനുഭവിക്കുക. വെറുതെ ചിത്രീകരിക്കുകയല്ല വേണ്ടത്, അതിൽ ജീവിക്കുക. നിങ്ങളുടെ ഭാവനയിൽ അത് യാഥാർത്ഥ്യമാക്കുക. അവിടെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ശബ്ദങ്ങൾ കേൾക്കുക. നിങ്ങൾ സ്പർശിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ സ്പർശിക്കുക. ആ പുതിയ ലോകത്തിലെ വായു ശ്വാസമെടുക്കുക. എല്ലാ ഇന്ദ്രിയങ്ങളെയും ആ ഒരു അനുഭൂതിയിൽ പങ്കാളികളാക്കാൻ അനുവദിക്കുക. എന്നിട്ട് എല്ലാം വിട്ടേക്കുക. ആ ഒരു അവസ്ഥയിൽ തന്നെ ഉറങ്ങുക. ദിവസം മുഴുവൻ അത് നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക. സംശയം വരുമ്പോഴെല്ലാം അതിലേക്ക് മടങ്ങുക. എല്ലാറ്റിനും ഉപരിയായി വിഷമം കൊണ്ടോ ഭയം കൊണ്ടോ പരാതികൾ കൊണ്ടോ അതിനെതിരായിട്ട് പ്രവർത്തിക്കരുത്. ആ ഒരു അനുഭവത്തോട് വിശ്വസ്തത പുലർത്തുക. അത് യാഥാർത്ഥ്യമായി മാറും. ഞാൻ ഈ പറയുന്ന ടെക്നിക്കെല്ലാം നെവിൽ ഗോഡാർഡിൻ്റെ ഫീലിംഗ് ഈസ് ദി സീക്രട്ട് എന്ന ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൽ പറയുന്നത് പ്രകാരം നമുക്ക് വേണ്ടത് ഒരു ജോലിയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ആ ജോലിക്ക് യോഗ്യതയില്ല,
ആ ജോലി എനിക്ക് കിട്ടില്ല എന്നൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ ആ ജോലിക്ക് യോഗ്യനാകുക എന്നല്ല, ആ ജോലി, ആ ഒരു ആഗ്രഹം അനുഭവിക്കുക എന്നതാണ് അതിൽ പറയുന്നത്. അതായത് ഒരു ദൃശ്യം ഭാവന ചെയ്യുക എന്നത്. നിങ്ങളുടെ പുതിയ ബോസ് നിങ്ങളുടെ കൈകുലുക്കി നിന്നെ ഞാൻ ജോലിക്ക് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഒരു സന്തോഷം, ആ ഒരു അഭിമാനം, ആ ഒരു ആത്മവിശ്വാസം അത് അനുഭവിക്കുക. അങ്ങനെ എല്ലാ രാത്രിയിലും അത് ദൃശ്യവൽക്കരിക്കുക. അങ്ങനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അനുഭവം മാറും. ആ കാത്തിരിക്കുന്നവൻ എന്ന നിലയിൽ നിന്നും വിജയിച്ചവൻ എന്ന നിലയിലേക്ക് നിങ്ങൾ മാറും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുമെങ്കിൽ, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ആളുകളെ സ്വാധീനിക്കാനോ സാഹചര്യങ്ങളെ നിർബന്ധിക്കാനോ നക്ഷത്രങ്ങൾ കൃത്യമായി വിന്യസിക്കാൻ കാത്തിരിക്കാനോ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. നിങ്ങൾ ആഗ്രഹം സഫലമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്താൽ മതി. ലോകം അതിനോട് യോജിക്കും. അതെപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ പ്രവർത്തന ശക്തി. നിങ്ങൾ സത്യമെന്ന് അനുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാത്തതൊന്നും നിങ്ങളുടെ ലോകത്തേക്ക് വരില്ല. ഒരു അനുമാനം യാഥാർത്ഥ്യമായി അനുഭവിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായി മാറുന്നു. ഇതാണ് നിയമം. എല്ലാ വലിയ ജ്ഞാനികളും പഠിപ്പിച്ച സത്യമാണിത്. പല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരേ സത്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ എന്താണോ സത്യമെന്ന് അനുഭവിക്കുന്നത്, അതിലൂടെയാണ് നിങ്ങൾ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. അതിനാൽ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക, ശ്രദ്ധയോടെ അനുഭവിക്കുക, അതായത് ഫീൽ ചെയ്യുക. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹിക്കപ്പെടുന്നതായിട്ട് അനുഭവിക്കുക. ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കാൻ കാത്തിരിക്കരുത്. ഇപ്പോൾ തന്നെ സ്നേഹം അനുഭവിക്കുന്ന ഒരാളായി മാറുക. നിങ്ങളെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായിട്ട് തോന്നുന്നത് എങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. ആ അനുഭവത്തിൽ ജീവിക്കുക. ആ അവസ്ഥയിൽ നിന്ന് തന്നെ സംസാരിക്കുക. സ്നേഹം നിങ്ങളിലേക്ക് വരും. കാരണം നിങ്ങൾ സ്നേഹത്തിൻ്റെ തന്നെ പ്രകമ്പനമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ആരോഗ്യമാണ് വേണ്ടത് എങ്കിൽ ആരോഗ്യമുള്ളതായിട്ട് അനുഭവിക്കുക. ഒരു നാൾ ആരോഗ്യം വരുമെന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഊർജ്ജസ്വലതയോടെ സന്തോഷം അനുഭവിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ആശ്വാസം അനുഭവിക്കുക. ഡോക്ടർ എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് സങ്കല്പിക്കുക. അത് കേൾക്കുക, വിശ്വസിക്കുക, അനുഭവിക്കുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ സ്വതന്ത്രമായിട്ട് അനുഭവിക്കുക. ഏതെങ്കിലും വിദൂര ഭാവിയിലെ അല്ല, ഈ നിമിഷം തന്നെ. നിങ്ങളുടെ മനസ്സിലെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക. നിങ്ങളുടെ പുറമേയുള്ള ലോകം നിങ്ങളുടെ ആന്തരിക സ്വാതന്ത്ര്യത്തെ പ്രതിഫലിപ്പിക്കും. നിങ്ങൾ വിധിയുടെ ഇരകളല്ല. നിങ്ങൾ യാദൃച്ഛികതയ്ക്ക് വിധേയനല്ല. നിങ്ങൾ തന്നെയാണ് യജമാനൻ. തിരഞ്ഞെടുക്കുന്നയാൾ നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ സ്വർഗമോ നരകമോ സൃഷ്ടിക്കുന്നവൻ. പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തിയും നിങ്ങളുടെ സ്വന്തം ബോധ മനസ്സിൽ ഒതുങ്ങിയിരിക്കുന്നു. അതിൻ്റെ പ്രകാശനത്തിലേക്കുള്ള കവാടം അനുഭവങ്ങളാണ്, ഫീലിങ്സ് ആണ്. ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ എങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെ ആയിരിക്കും അവൻ. അത് തലയിൽ ചിന്തിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ഹൃദയത്തിൽ ചിന്തിക്കുന്നതിനെ കുറിച്ചാണ്. രണ്ടും രണ്ടാണ്. ഹൃദയം എന്നത് അനുഭവത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഞാൻ ധനികനാണ് എന്ന് നിങ്ങൾക്ക് പറയാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ദരിദ്രനാണെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു തോന്നലായിരിക്കില്ലേ പ്രബലമാവുക. നിങ്ങൾ വാക്കിനെയും ഭാവനയെയും യോജിപ്പിക്കണം. നിങ്ങൾ അനുഭവിക്കുന്നത് സംസാരിക്കുക, നിങ്ങൾ സംസാരിക്കുന്നത് അനുഭവിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾ സത്യത്തിൽ നിന്നും സൃഷ്ടിക്കുന്നുള്ളൂ. ഇനി ഒരു ചോദ്യം വരാം. പക്ഷെ എനിക്ക് ഭയമാണ് തോന്നുന്നെങ്കിലോ, എനിക്ക് സംശയമാണ് തോന്നുന്നെങ്കിലോ? അതിനെ ചെറുക്കരുത്, അതിനെ അംഗീകരിക്കുക, എന്നിട്ട് മാറ്റം വരുത്തുക. എന്ത് കാര്യത്തിനെയും നമുക്ക് അംഗീകരിച്ചാൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റൂ. വികാരങ്ങളെന്ന് പറഞ്ഞ ശത്രുക്കളൊന്നും അല്ല. നിങ്ങൾക്ക് ഭയം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത എന്തോ ഒന്നിനെ നിങ്ങൾ സങ്കല്പിക്കുന്നു എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? അതുകൊണ്ടാണ് നിർത്തുക. ആ രംഗത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ പിൻവലിച്ച്
ഒരു പുതിയ രംഗം സൃഷ്ടിക്കുക. സുരക്ഷിതത്വത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ, ശാന്തതയുടെ അനുഭവം സൃഷ്ടിക്കുക. അതിൽ ഉറച്ചു നിൽക്കുക. എന്ത് കാര്യവും ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ ആ അവസ്ഥ ദൃഢമാകും. ഓർക്കുക, നിങ്ങൾ നിലനിർത്തുന്നില്ലെങ്കിൽ ഒരു ഭാവവും നിലനിൽക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ മാത്രം നിലനിർത്തുക. ഇത് കഠിനാധ്വാനമല്ല, വാസ്തവത്തിൽ ഇത് ഏറ്റവും അനായാസകരമായ കാര്യമാണ്. നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ചോദ്യം ഇതാണ്, നിങ്ങൾ മനഃപൂർവ്വം അനുഭവിക്കുകയാണോ അതോ യാദൃച്ഛികമായി അനുഭവിക്കുകയാണോ? മിക്ക ആളുകളും പുറമേയുള്ള ലോകം അവരോട് പറയുന്നത് അനുസരിച്ച് അനുഭവിക്കുന്നു അല്ലേ? എന്നാൽ ഒരു ജ്ഞാനി അല്ലെങ്കിൽ യഥാർത്ഥ സൃഷ്ടാവ് പുറമേയുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അവർ ആഗ്രഹിക്കുന്നത് അനുസരിച്ച് അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് അവർ ലോകത്തിന് അതീതരായി ഉയർന്ന് അതിനെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, തുടങ്ങുക, കാത്തിരിക്കരുത്. ഒരാഗ്രഹം മാത്രം തിരഞ്ഞെടുക്കുക, ഒരെണ്ണം മാത്രം. അത് ഇതിനകം സംഭവിച്ചുവെന്ന് അനുഭവിക്കുക. അതിൻ്റെ പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്ന ഒരു രംഗം സൃഷ്ടിക്കുക. അത് ചെറുതും വ്യക്തവുമാകട്ടെ. അതിൽ പൂർണ്ണമായിട്ട് മുഴുകുക. നിങ്ങളുടെ ഭാവനയിൽ അതിനെ നിങ്ങളുടെ വീടാക്കുക. വീണ്ടും വീണ്ടും അതിലേക്ക് മടങ്ങുക. അതിലുറങ്ങുക, അതിൽ ജീവിക്കുക, അതിൽ നിന്നും ചിന്തിക്കുക. പുറമേ ഉള്ള ലോകം നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അനുവദിക്കരുത്. അത് നിങ്ങളോട് യോജിച്ച് വരികയാണ്. ഇത് നിങ്ങളുടെ ജന്മാവകാശമാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. ലഭിച്ചുവെന്ന് വിശ്വസിക്കുക. ലഭിക്കും എന്നല്ല, വിശ്വാസം അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിലുള്ള അനുഭവമാണ്. ഇതെങ്ങനെ അനുഭവിക്കണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. കാരണം അനുഭവമാണ് രഹസ്യം, പ്രവർത്തനമല്ല, തന്ത്രങ്ങളല്ല, പ്രയത്നങ്ങളല്ല, അനുഭവങ്ങളാണ്. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ അവസ്ഥ യാഥാർത്ഥ്യമായി നിങ്ങൾ അനുഭവിക്കുന്ന നിമിഷം, അതിൻ്റെ സത്യത്തോട് നിങ്ങൾ ആന്തരികമായി സമ്മതിക്കുന്ന നിമിഷം, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ശക്തി കൊണ്ടോ ബലം കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരികമായ ഉറപ്പിലൂടെ. ഇപ്പോൾ പോയി ബോധപൂർവ്വം അനുഭവിക്കുക, ശാന്തമായി അനുഭവിക്കുക. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഇതിനകം നിങ്ങളാണെന്ന് അനുഭവിക്കുക. അപ്പോൾ നിങ്ങളുടെ ആന്തരിക അവസ്ഥയുമായി തികഞ്ഞ യോജിപ്പിൽ ലോകം സ്വയം പുനഃക്രമീകരിക്കുന്നത് കാണുക. നാളെ നിങ്ങൾ ഉണരുമ്പോൾ തലേ ദിവസം നിങ്ങൾ അനുഭവിച്ചതിൻ്റെ ഒരു അടയാളവും ഒരു തെളിവും കണ്ടെന്ന് വരില്ല. അപ്പോൾ നിങ്ങളിത് നടന്നില്ലല്ലോ എന്ന് പറയാൻ പ്രേരിപ്പിക്കപ്പെട്ടേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പുറമേയുള്ള കാഴ്ചകളെ അടിസ്ഥാനമാക്കി ഒരിക്കലും വിധി കൽപ്പിക്കരുത്. വിത്ത് ഇതിനകം പാകിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങളുടെ പഴയ അവസ്ഥയുടെ അവശേഷിക്കുന്ന ഫലം മാത്രമാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? പുതിയ യാഥാർത്ഥ്യം അനുഭവിക്കുന്നത് തുടരുക. അത് വേരുറപ്പിക്കാൻ അനുവദിക്കുക. ബുദ്ധിമുട്ടില്ലാതെ, പ്രയത്നമില്ലാതെ, ശാന്തമായ ആത്മവിശ്വാസത്തോടെ, നിങ്ങൾ ഉറച്ച ബോധ്യത്തോടെ അനുഭവിക്കുന്നത് നിങ്ങളുടെ ലോകത്തിന് നിയമമാണെന്ന് ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് അത് അനുമാനിച്ചതിൽ ഉറച്ചു നിൽക്കുക. സംഭവങ്ങളുടെ പാലം, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലോകത്തിൽ നിന്നും നിങ്ങൾ അനുഭവിച്ച ലോകത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആ നിഗൂഢമായ, പലപ്പോഴും കണ്ടെത്താനാവാത്ത വഴികൾ, അത് നിങ്ങൾ നിർമ്മിക്കേണ്ട കാര്യമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. പാലം നിർമ്മിക്കാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ നടക്കാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അത് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രയത്നത്താലല്ല, മറിച്ച് അനുഭവത്തോട് പ്രതികരിക്കുന്ന നിയമത്താലാണ്. ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കാൻ കഴിയുന്ന, അതായത് ഫീൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ഇപ്പം ഏത് കാര്യവും ഞാൻ അങ്ങനെ ആവാം, എനിക്കത് സാധിക്കും, അങ്ങനെയല്ല. നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ അത് നടക്കും. കാരണം എന്താ? നമ്മുടെ മനസ്സിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല. അത് ഉൾക്കൊണ്ട് ഫീൽ ചെയ്യാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ ആദ്യം ലക്ഷ്യം അവകാശപ്പെടണം, അത് അനുഭവിക്കണം, അത് സ്വന്തമാക്കണം, അത് അനുമാനിക്കണം. ഓരോ തവണയും നിങ്ങൾ ഇല്ലായ്മയുടെയും സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും പഴയ അനുഭവങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ആ പഴയ അവസ്ഥയെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. എന്നാൽ
നിങ്ങൾ സ്വയം അച്ചടക്കമുള്ളവരായി ആഗ്രഹിച്ച അവസ്ഥയോട് വിശ്വസ്തരായി തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മമായ ഒരു മാറ്റം അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങൾക്ക് വ്യത്യസ്തമായി അനുഭവപ്പെടാൻ തുടങ്ങും. ലോകം മാറിയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ മാറിയതുകൊണ്ടാണ്. നിങ്ങൾ മാറുമ്പോൾ ലോകവും നിങ്ങളെ പിന്തുടരും. നിങ്ങളുടെ ശാന്തമായ നിമിഷങ്ങളിൽ, പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുൻപ്, യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് നിന്ന് പിൻവാങ്ങി അനുമാനങ്ങളുടെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ശരീരത്തെ വിശ്രമിക്കാൻ അനുവദിക്കുക. മനസ്സിനെ ശാന്തമാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മൃദുലമായിട്ട് നയിക്കുക. കഷ്ടപ്പാടുകളോ വിശകലനങ്ങളോ ഇല്ലാതെ എളുപ്പത്തിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമായതിന് ശേഷം സംഭവിക്കുന്ന ഒരു രംഗം സങ്കല്പിക്കുക. അതിൻ്റെ പ്രക്രിയയല്ല, ഫലം മാത്രം അനുഭവിക്കുക. വിവാഹമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളുടെ വിരലിൽ മോതിരം കാണുക. വിജയമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അഭിനന്ദനങ്ങൾ അനുഭവിക്കുക. ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഊർജ്ജസ്വലത അനുഭവിക്കുക. ഇതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കരുത്, അതിനെ സങ്കീർണമാക്കരുത്. അത് ലളിതവും സ്വാഭാവികമായും ജീവസുറ്റവുമാകട്ടെ. എല്ലാറ്റിനും ഉപരിയായി അത് അനുഭവിക്കുക, അതായത് ഫീൽ ചെയ്യുക. പക്ഷേ എനിക്ക് ഈ അനുഭവം നിലനിർത്താൻ അറിയില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ പറയുന്നു, ഒരു കായിക താരം തൻ്റെ ശരീരത്തെ പരിശീലിപ്പിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ആഗ്രഹം സഫലമായ അവസ്ഥയിൽ വസിക്കാൻ പരിശീലിപ്പിക്കുക. ചെറിയ നിമിഷങ്ങൾ മുതൽ തുടങ്ങുക. കുറച്ച് മിനിറ്റ് ഇവിടെ, കുറച്ച് മിനിറ്റ് അവിടെ, പതിവായി അതിലേക്ക് മടങ്ങുക. കാലക്രമേണ അത് നിങ്ങളുടെ വാസസ്ഥലമായിട്ട് മാറും. പുറം ലോകത്തേക്കാൾ യാഥാർത്ഥ്യമായി അത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതങ്ങനെയാകുമ്പോൾ പുറം ലോകം അതിനനുസരിച്ച് മാറും. ലോകത്തോട് യോജിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഇല്ല, അതിനെ രൂപാന്തരപ്പെടുത്താനാണ് നിങ്ങൾ ഇവിടെയുള്ളത്. എന്നാൽ സാഹചര്യങ്ങളുടെ ഇരയാണെന്ന് സ്വയം തോന്നുമ്പോൾ നിങ്ങൾക്കൊന്നിനെയും രൂപപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ ആന്തരികമായി തന്നെ ഉയരേണ്ടി വരും. നിങ്ങളിൽ പലരും വിശ്വസിക്കാൻ ഒരു അടയാളത്തിനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. എന്നാൽ അടയാളം വരുന്നത് വിശ്വാസത്തിന് ശേഷമാണ് കേട്ടോ. ആദ്യം നിങ്ങൾ അനുഭവത്തിലൂടെ വിശ്വസിക്കുന്നു, എന്നിട്ട് അടയാളം പ്രത്യക്ഷപ്പെടുന്നു. അനുഭവമാണ് കാരണം, അടയാളം ഫലങ്ങളാണ്. ഇത് തിരിച്ചിട്ടാൽ നിങ്ങൾ എന്നേക്കുമായി കാത്തിരിക്കേണ്ടി വരും. കാരണം എന്താ? നിങ്ങൾ ആദ്യം അടയാളത്തിന് വേണ്ടി, അതായത് ഫലത്തിന് വേണ്ടി കാത്തിരുന്നാൽ അത് നടക്കില്ല. അതിനാ ഉള്ളിൽ നിന്ന് തുടങ്ങുക. ഇപ്പോൾ തന്നെ തുടങ്ങുക. വലിയ രഹസ്യം ഇതാണ്: യാഥാർത്ഥ്യം സൃഷ്ടിക്കപ്പെടുന്നത് പുറമേയുള്ള പ്രവർത്തികളിലൂടെ അല്ല, മറിച്ച് ആന്തരിക ബോധ്യത്തിലൂടെയാണ്. നിങ്ങളുടെ മനസ്സിലും ശ്വാസത്തിലും ഹൃദയത്തിലും ആഴത്തിൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ഉറച്ചു വിശ്വസിക്കുന്നുവോ അതാണ് നിങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത്. ബോധ്യം വരുന്നത് അനുഭവത്തിൽ നിന്നാണ്. നിങ്ങൾക്കൊരു കാര്യത്തിൽ ബോധ്യമുണ്ടായിട്ട് അത് അനുഭവിക്കപ്പെടാതിരിക്കാൻ കഴിയില്ല. അവ രണ്ടും അഭേദ്യമാണ്. അതിനാൽ നിങ്ങളുടെ ലോകത്തെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബോധ്യത്തിൽ മാറ്റം വരുത്തണം. അത് നിങ്ങൾ ചെയ്യുന്നത് അനുഭവത്തിലൂടെ ആയിരിക്കും. നമുക്ക് എന്ത് കാര്യം ബോധ്യപ്പെടണമെങ്കിൽ എങ്ങനെയായിരിക്കും? അനുഭവത്തിലൂടെ അല്ലേ? ഇനി നിങ്ങൾ പക്ഷേ ഞാൻ ശ്രമിച്ചു, അത് നടന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കതിൻ്റെ ഇല്ലായ്മയാണോ അനുഭവപ്പെട്ടത്, അതോ ഇതിനകം ലഭിച്ചതിൻ്റെ സന്തോഷമാണോ? നിയമത്തെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ല നിങ്ങൾക്ക് നൽകുന്നത്, മറിച്ച് നിങ്ങളുടെ ബോധാവസ്ഥയിൽ നിങ്ങൾ എന്താണോ അതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കണം. നിങ്ങളുടെ അനുഭവങ്ങളെ പരിശോധിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നത് അതാണ് നിങ്ങളുടെ അവസ്ഥ. അതാണ് മാറേണ്ടത്. അതുകൊണ്ട് നമുക്കിത് വെറുതെ സംസാരിക്കാൻ മാത്രമല്ല, ചെയ്യുക തന്നെ ചെയ്യണം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ സുരക്ഷിതരാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് സ്വയം ഒഴുകിപ്പോവാൻ അനുവദിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അത് അനുഭവിക്കുക. അത് നടന്നുവെന്ന് സൂചിപ്പിക്കുന്ന രംഗങ്ങളിലേക്ക് പ്രവേശിക്കുക. വാക്കുകൾ കേൾക്കുക, മുഖങ്ങൾ കാണുക, ആ അന്തരീക്ഷം അനുഭവിക്കുക.
ഇപ്പോൾ തന്നെ അവിടെ എത്തിച്ചേർന്നതിൻ്റെ സന്തോഷം, ആശ്വാസം, നന്ദി എന്നിവ അനുഭവിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിൽ നിറയാൻ അനുവദിക്കുക. ഇത് വെറും ഭാവനയല്ല, സൃഷ്ടിയാണ്. നിങ്ങളിത് ഇപ്പോൾ ചെയ്യുന്നു. നിങ്ങൾ വിത്ത് നടുന്നു. ആ ഒരു അവസ്ഥയിൽ തന്നെ തുടരുക. ഒന്നും നിങ്ങളെ പിടിച്ചുലയ്ക്കാൻ അനുവദിക്കരുത്. പുറമെയുള്ളൊരു കാഴ്ചയും നിങ്ങളെ വീണ്ടും സംശയത്തിലേക്ക് തള്ളിവിടാൻ അനുവദിക്കരുത്. ശക്തിയുള്ളവൻ നിങ്ങളാണ്. ഭാവന ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ്. അനുഭവിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങളത് അനുഭവിക്കുന്നത് കൊണ്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു നാളെന്നല്ല, ഒരു പക്ഷേ എന്നോ അല്ല, തീർച്ചയായും സംഭവിക്കും. നിങ്ങൾ ആ അനുഭവത്തിൽ തുടരുമ്പോൾ വിചിത്രവും മനോഹരവുമായ ഒരു കാര്യം സംഭവിക്കും. നിങ്ങൾ പഴയ അവസ്ഥയെ മറക്കാൻ തുടങ്ങും. അത് ഇനി നിങ്ങൾക്ക് ചേരില്ല. അതിനി വീട് പോലെ തോന്നില്ല. നിങ്ങൾ ആന്തരികമായി മാറിയിരിക്കുന്നു. പുറമേ ഉള്ളതും നിങ്ങളോടൊപ്പം മാറണം. ഒരിക്കൽ അസാധ്യമെന്ന് തോന്നിയിരുന്നത് സ്വാഭാവികമായി തോന്നാൻ തുടങ്ങും. ഒരിക്കൽ വിദൂരമെന്ന് തോന്നിയത് പരിചിതമാവാൻ തുടങ്ങും. എന്നിട്ട് ഒരു ദിവസം പ്രയത്നമില്ലാതെ, കഷ്ടപ്പാടുകളില്ലാതെ നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ അത് സംഭവിച്ചു എന്ന് മനസ്സിലാവും. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാനൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നിർത്താം. നിങ്ങൾക്ക് ഒരു വീടാണ് വേണ്ടത് എങ്കിൽ, എനിക്ക് പണം എവിടെ, വീടെങ്ങനെ വാങ്ങും എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ ജോലിയെ അനുഭവിക്കുക എന്നതാണ്, അതായത് ഫീൽ ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ശരീരം റിലാക്സ് ചെയ്യുക, കണ്ണുകൾ അടയ്ക്കുക. ആ വീട്ടിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക, അതായത് ഭാവനയിൽ കാണുക. ആ വീടിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നത് അനുഭവിക്കുക. ആ മനോഹരമായ സോഫയിൽ ഇരിക്കുന്നത്, ആ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കുന്നത്, ആ വീടിൻ്റെ പുതിയ പെയിൻറ്റിൻ്റെ മണം, ഇതെല്ലാം അനുഭവിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ വീട് കാണാൻ വരുന്നു. നിങ്ങളുടെ വീട് അടിപൊളിയാണ് എന്നവർ പറയുന്നത് കേൾക്കുക. ആ സന്തോഷം, ആ ഒരു അഭിമാനം, ആ ഒരു ആനന്ദം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്